ഹലോ വെൽക്കം ടു റോയാൻസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ മൈസൂർ പോവാണ്, വയനാട് ടു മൈസൂർ. സോ നമ്മൾ ഗുണ്ടൽപേട്ട് വഴി ആണ് നമ്മൾ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് കാടും ഭാഗ്യം നമുക്ക് ആനനെയും മാനിനെയൊക്കെ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. സോ എനിവേ നമുക്ക് എന്തായാലും നോക്കാം. ഇമ്മ ഇറങ്ങിയിരിക്കണുണ്ടോ? ഉമ്മനെ കണ്ടോ? അമ്മയ്ക്ക് ആകെ ക്ഷീണിച്ചിരിക്കണ വണ്ടിയിലുണ്ട്. അപ്പം നമുക്ക് ഗുണ്ടൽപേട്ട് വഴി മൈസൂർ പോയിട്ട് വരാം. ഓക്കെ, പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഒരു റിസോർട്ടിൽ കയറി. ഇവിടെ ഫൈസൽക്ക പറഞ്ഞിട്ട് നമ്മളെ റിസോർട്ടിൻ്റെ അവിടുത്തെ ആൾ വർക്ക് ചെയ്യുന്നുണ്ട് മാനേജറായിട്ട്. സോ ഓലെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടിരുന്നില്ല. സോ പോകുമ്പോൾ അവരെ കണ്ടിട്ട് പോയാൽ മതി എന്ന് വാശി പിടിച്ചിരുന്നു. അപ്പം നമ്മൾ പോണ വഴിക്കായിരുന്നു അവരുടെ റിസോർട്ട്. അപ്പോൾ ഇതാണ് റിസോർട്ട്, മുന്നിൽ പോണതാണ് ഫൈസൽക്ക. അങ്ങനെ ഈ റിസോർട്ട് പറയുന്നത് ഇവിടെ എന്തോ അന്ന് 65ഓളം ആൾക്കാർ വന്ന് സ്റ്റേ അടിച്ചിരുന്നു. എന്തോ ഒരു IT കമ്പനിത്തെ ആൾക്കാർ, ഫാമിലി ടീംസൊക്കെ ആയിരുന്നു. എനിവേ നല്ല രസമുള്ള റിസോർട്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. ഉമ്മ അവിടെ ഒരു ഊനാലിട്ടിയപ്പോൾ ഉമ്മ അവിടെ നിന്ന് നല്ല ആട്ടാട്ടുണ്ട് ഗൈസ്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറും, ഒരു തോണിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് ചെയ്തിരിക്കുന്നത്. എനിവേ നല്ല രസമുണ്ടായിരുന്നു. 65 പേർക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം സ്റ്റേ അടിക്കാനൊക്കെ പറ്റുന്നൊരു റിസോർട്ടായിരുന്നു. എനിവേ ഞങ്ങൾ ആദ്യം ഇവിടെ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ അവരൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ സമുദ്രക്കാരൻ്റെ വീട്ടിൽ നിൽക്കുകയായി. അങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. നമ്മൾ മുത്തങ്ങ എത്തി. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഫോറസ്റ്റിക്ക് കടന്നിരിക്കുന്നു. ഇറങ്ങിയ സ്ഥലമാണ്. വെടിവെച്ചൊക്കെ ഒന്നൊക്കെ ഇവിടെയാണ്. ആദിവാസികൾ ഒരു കാലത്ത് വെടിവെച്ച് കൊണ്ടിരുന്നില്ലേ, അത് ഈ സ്ഥലത്തെ മുത്തങ്ങ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തില് പട്ടുപത്തിരി ബാബ എന്നൊക്കെ സ്വകാര്യം പറയണ്ടേ. വീരപ്പം ഇപ്പത്തെ ശിക്കാരി ശംഭു അല്ലേ? ഇതൊക്കെ വീരപ്പന്റെ കാടുകൾ. അത്ര ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ വീരപ്പന്റെ കാടുകളാണ്. ഇത് ഒരു കാലത്ത് വീരപ്പൻ അടക്കി ഭരിച്ചിരുന്ന ഫോറസ്റ്റ് ആയിരുന്നു. എനിവേ ഇവിടെ നമ്മൾ പല മൃഗങ്ങളെയും കാണുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഒറ്റാനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നിനും കണ്ടില്ല ഗൈസ്. അങ്ങനെ നല്ലൊരു ഇതും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കർണാടക എത്തിയിരിക്കുന്നു. അവിടെ എത്തിക്കാൻ വീഡിയോ എടുത്തേക്ക് അവിടുത്തെ പോലീസുകാരൻ ചീത്തായിരുന്നു. ഫോറസ്റ്റിനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോസ് എടുക്കാൻ പാടില്ല, ഫൈൻ ഈടാക്കും, വണ്ടി നിർത്താൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇവിടെ ആരോ അവിടെ ഒരു ആനനെ കണ്ടു. ഞങ്ങൾ ഈ ഒരു സാധനത്തിന് മാത്രമേ ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കണ്ടത്. അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മൾ അതിർപ്പമായി സൂര്യകാന്തിയെ കണ്ടു. ഞങ്ങൾ ആദ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ സൂര്യകാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതേപോലെ ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, ഓറഞ്ച് കളർ ചെണ്ടുമല്ലി, പിന്നെ സൂര്യകാന്തി, തേനീച്ചകൾ തേൻ കുടിക്കുന്നുണ്ട് സൂര്യകാന്തിന്ന്. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവിടെ 20 റുപ്യ എന്തോ ടിക്കറ്റിന് കൊടുക്കണം. അവരുള്ള കാര്യം മുതലാക്കിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് പാലസിക്കാണ്. നമ്മൾ ഫൈനലി മൈസൂർ പാലസിക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹോട്ടൽ തപ്പി നടക്കുന്നു നല്ലൊരു ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ ഒരു ചളിപ്പ് ഹോട്ടലിലായിരുന്നു ഗൈസ്. അതിനാണെങ്കിൽ പെരിഞ്ചാതി വിലയും, വിലയുടേതല്ല, അതിനനുസരിച്ചിട്ടുള്ള ഫുഡാണെങ്കിൽ ഓക്കെ. പക്ഷേ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് പാലസിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് പാലസിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ വണ്ടി ബാക്കിയത്തിനാണ് പോവാം. സോ ഗൈസ്, നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്നിട്ടുണ്ട്. പാലസ്ക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്, സീനൊന്നുമില്ല. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണുന്ന പോലെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂളിംഗ് ഗ്ലാസ്, പഞ്ഞി മിഠായി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും അച്ചാറിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കിടക്കാമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉൾവ്യൂ എന്ന് പറയുന്നത് പാലസിൻ്റെ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കണ്ടുക്കും തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊന്നും ടൂർ പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ഊരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി കൊടുക്കണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്താണ് സംഭവം എന്നറിയില്ല. നമ്മൾ പോയത് ഞായറാഴ്ചയാണ്. ഐ തിങ്ക് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല.
എനിവേ അതിൻ്റെ ഉള്ളിലുള്ളൊരു മിററും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ക്ലിപ്സുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടി കാണിക്കുകയാണെങ്കിൽ വീഡിയോക്ക് നല്ല ലെങ്ത്ത് വരുമെന്ന് വിചാരിച്ചിട്ട്. സോ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, രസമുണ്ടായിരുന്നു കാണാൻ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. എനിവേ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളത് കൊത്തുപണികളാണ്. അവരെ പെയിൻറ്റിങ്സും അതേപോലെ കൊത്തുപണികളും. അന്നത്തെ ആൾക്കാർക്ക് നമുക്കൊരു സല്യൂട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കൊത്തുപണികളും അതേപോലെ വർക്കും. പിന്നെ കൊട്ടാരല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി എന്തായാലും ഉണ്ട്. നല്ല നൈസായിരുന്നു കാണാനൊക്കെ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ സൂ ആണ്. സൂവിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും സൂവിലേക്ക് വന്നോ. ക്ഷണിച്ചു നൈസാണ്. അങ്ങനെ സൂവിലേക്ക് നമ്മൾ കയറി. അസ്കർ ഇല്ല എന്ന് പറഞ്ഞു. അവനക്ക് ഇതിൻ്റെ മുന്നേ 2-3 വട്ടം വന്നിട്ട് ശീലം ഉണ്ടായതുകൊണ്ട് അവന് നൈസായിട്ട് എസ്കേപ്പ് ആയതാണ്. എനിവേ നമ്മൾ പുലിനെയൊക്കെ കണ്ടു ഗൈസ്. പുലി. അപ്പോൾ ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ആള്. അങ്ങനെ അവിടെ വന്നപ്പോൾ സിംഹം ഗൈസ്, ഒരു തന്ത സിംഹം അനങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഒരു പൊട്ട സിംഹമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു ചീറ്റ ഉണ്ടായിരുന്നു. ആ ചീറ്റനെ കാണാൻ വേണ്ടി വന്നു. ചീറ്റനെയാണ് തോന്നുന്നു. എനിവേ എനിക്ക് ശരിക്കും കാണുന്നില്ല ഗൈസ്. അങ്ങനെ ഒരുപാട് നമ്മൾ ഡിസ്കവറീസിലൊക്കെ കാണുന്ന മൃഗങ്ങളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് ഗൊറില്ലായിരുന്നു. ആൾ കുറേ നേരം ഗുഹയിലായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കുന്നുണ്ടിട്ട് പുറത്തേക്ക് വന്നു. ആൾ നല്ല കളിപ്പിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളേക്ക് തന്നെ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. ആൾ പിന്നെ അങ്ങോട്ട് കുലുങ്ങി അപ്പുറത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഐറ്റം കുറേ ഉണ്ടായിരുന്നു. പിന്നെ മാനുകൾ, ആമ, അതേപോലെ വേറൊരു തരത്തിലുള്ള മങ്കീസ്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഡിസ്കവറിയിൽ കാണുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ മൃഗങ്ങളും നമുക്ക് നേരിട്ട് കാണാം. ജിറാഫ്, സീബ്ര, അങ്ങനെ എല്ലാ ഐറ്റംസ്, ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ എല്ലാ മൃഗങ്ങളും A to Z എല്ലാ മൃഗങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതായിരുന്നു മറ്റേ ഹിപ്പോപ്പൊട്ടാമസ്. അങ്ങനെ ഇതായിരുന്നു ഗൈസ്. അങ്ങനെ ഒരുപാട് നല്ല മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ജിറാഫിനായിരുന്നു. അതേപോലെ സീബ്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജിറാഫിനെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ലാസ്റ്റ് ആയിരുന്നു സൂവിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ ആയിരുന്നു സീബ്ര ഉള്ളത്. അതേപോലെ ഇത് കരടിയാണ്. അങ്ങനെ നമ്മൾ സിനിമയിലൊക്കെയാണ് കരടിയെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലൊരു വാട്ടർ തിങ് ഉണ്ടായിരുന്നതാണ്. ഈ ഒരു കാര്യം തന്നെ ഉള്ളു. ഇനി എന്താണ് ഇതിന് സംബന്ധിച്ച് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്, ഈ മരങ്ങൾക്ക് അതൊന്നും എനിക്കറിയില്ല. പിന്നെ മാനുകൾ ഉണ്ടായിരുന്നു, പലതരം മാനിനെ കണ്ടപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് 1 കിലോമീറ്റർ മൊത്തം മാനുകളായിരുന്നു. ഇത് സ്നേക്കുകൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തിരക്ക് കൂടി നിന്നുകൊണ്ട് 2 അണ്ണന്മാർ തല്ലുണ്ടാക്കി. അതിലൊരു അണ്ണൻ ഷോഫിന് വേണ്ടി വന്നതാണ്. ആക്ച്വലി ഞങ്ങൾ ഇതൊക്കെ വന്നിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷേ അവിടെ 2 അണ്ണന്മാരുമായിട്ട് നല്ല പ്രശ്നം ഉണ്ടായി. ആ ഷോഫ് ചെയ്യുന്ന ആൾക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. മറ്റേ അണ്ണൻ്റെ വൈഫാണ് അടിച്ചിട്ടുള്ളത്. ഭർത്താവിനെ തൊട്ടപ്പോൾ നൊന്തതായിരിക്കാം. എനിവേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുതലകളെയും അതേപോലെ നമ്മൾ ജിറാഫിനെ കാണുമ്പോൾ ജിറാഫിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ സൂവിലൊക്കെ 4-5 കിലോമീറ്റർ നടന്ന ക്ഷീണത്തിൽ ഞങ്ങൾ റൂം എടുത്ത് റൂമിലേക്ക് വന്നു. വാപ്പയെ കണ്ടില്ലേ, ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. റൂം നല്ല അടിപൊളി റൂമായിരുന്നു. നമ്മൾ മൈസൂർ ഫൈസൽ ഖാൻ്റെ ഒരു കെയർ ഓഫിലാണ് റൂം എടുത്തിരുന്നത്. അങ്ങനെ ഇതാണ് അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ. റൂമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊരു ബാത്റൂം, നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിളും ആണ്. നല്ല വൃത്തിയുള്ള ഒരു ഏരിയയും റൂമും ബാത്റൂമും എല്ലാം കൊണ്ടും നല്ല വൃത്തിയായിരുന്നു. പിന്നെ സറൗണ്ടിങ്സും തന്നെ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ റൂമായിരുന്നു. ഇവിടെ നിന്നൊരു ബാൽക്കണി, പുറത്തേക്കുള്ള വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ എന്തോ വാട്ടർ ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വാട്ടർ ഷോ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറും നല്ല രസമുള്ള ഏരിയ ആയിരുന്നു ഗൈസ്. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിവേ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ വൃന്ദാവൻ ഗാർഡൻക്കാണ് പോണത്. അപ്പോൾ അവിടെ നൈറ്റ് പോണതായിരിക്കും ഒന്നുകൂടി രസം. കാരണം അവിടെ ഒരു വാട്ടർ ഷോ കാണിക്കുന്നുണ്ട്. അത് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമുണ്ട് കാണിക്കാൻ. എനിവേ ഞാൻ വീഡിയോസിൽ കൊടുക്കാം. നല്ലൊരു മഴേൻ്റെ ഒരു ഇതുമായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളൊരു കുടയൊക്കെ വാങ്ങി, 2 കുടയൊക്കെ വാങ്ങിയതുകൊണ്ട് നമ്മളവിടെ ഭയങ്കര തിരക്ക് ഗൈസ്. നല്ല തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ആ ഷോപ്പും കാര്യങ്ങളും
ഇവിടെയാണ് ഒരു വാട്ടർ പരിപാടി നടക്കുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ഷോ കഴിഞ്ഞ് പോകുന്നുണ്ട്, സെക്കൻഡ് ഷോക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങാനായി. നമുക്ക് എന്തായാലും ഈ വാട്ടറിൻ്റെ പരിപാടി ഒന്ന് കണ്ടോക്കാം. ഓക്കെ. ഈ വാട്ടർ ഷോ കാണാൻ വേണ്ടി നമ്മൾ നൈറ്റ് വരെയായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഗാർഡൻ കാണാൻ നമ്മൾ പകലിൽ വരണം. സോ അത് രണ്ടും പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. ഈവനിങ് നമുക്ക് കുറച്ച് നേരം ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷോയും കണ്ടുകൊണ്ട് വീട്ടിലേക്ക് പോവാം. എനിവേ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി, ഭയങ്കര ഫീൽ ചെയ്തു. അതേപോലെ നമ്മൾ ഗാർഡൻ്റെ ഏരിയ ഒക്കെ കണ്ട് നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കേരള ഫുഡിൽ നിന്ന് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് അട്ടർ ഫ്ലോപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഫുഡ്. നമ്മളങ്ങനെ എല്ലാവരും ക്ഷീണിച്ചിരുന്നു. അങ്ങനെ റൂമിലെത്തി ഗൈസ്, നമ്മൾ ഫ്രഷായി കിടന്നു. അപ്പോൾ നാളെ കാണാം. ഓക്കെ.